നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ 10x1 ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചു. കർണാടകയിലെ ആശാ വർക്കർമാർ സമരം പ്രഖ്യാപിച്ചു. കർണാടകയിലെ ആശാ വർക്കർമാർ ഓഗസ്റ്റ് 12 മുതൽ 3 ദിവസത്തെ സംസ്ഥാന വ്യാപകമായ സമരം നടത്താൻ ഒരുങ്ങുന്നു. നഗരമധ്യത്തിൽ മയക്കുമരുന്ന് വിൽപ്പന. തില്ലേരി സ്വദേശി എക്സൈസ് പിടിയിൽ. കണ്ണൂർ നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ തില്ലേരി സ്വദേശി ലുക്മാൻ മൻസൂർ എക്സൈസ് പിടിയിലായി. ഇയാളുടെ കൈവശം നിന്ന് 42 ഗ്രാം മെത്താഫിറ്റമിനും മയക്കുമരുന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പിടിച്ചെടുത്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി കാന്തപുരം. MP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളടങ്ങിയ 6 അംഗ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിച്ചു. വിഴിഞ്ഞത്ത് സുഹൃത്തിന്റെ അടിയേറ്റ് പരിക്കേറ്റയാൾ മരിച്ചു. വിഴിഞ്ഞത്ത് മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ അടിയേറ്റ് പരിക്കേറ്റ 57-കാരനായ തീർഥപ്പൻ മരിച്ചു. ജൂലൈ 28 രാത്രിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തായ അലോഷ്യസുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് സംഭവം. CMDയുടെ 47ാം സ്ഥാപക ദിനാഘോഷം. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ 47ാം സ്ഥാപക ദിനാഘോഷം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വ്യവസായ മേഖലയെക്കുറിച്ചുള്ള സർക്കാരിന്റെ പുതിയ പദ്ധതികളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. ഷാർജയിലെ വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തം. ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ 10-ലെ ഒരു ഓട്ടോ സ്പെയർ പാർട്സ് വെയർഹൌസിൽ വെള്ളിയാഴ്ച വൻ തീപിടുത്തമുണ്ടായി. വൈകുന്നേരം 4 മണിയോടെ ശ്രദ്ധയിൽപ്പെട്ട തീപിടുത്തത്തെ തുടർന്ന് കറുത്ത പുക ഉയർന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വിദ്വേഷ പ്രസംഗം. രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ കേസ്. രാജസ്ഥാനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 15-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. മുൻ ഉദ്യോഗസ്ഥന്റെ അവകാശവാദം കോടതി തള്ളി. 2008-ലെ മാലേഗാവ് സ്ഫോടന കേസിൽ RSS മേധാവി മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാൻ തന്നോട് അന്നത്തെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് ആവശ്യപ്പെട്ടുവെന്ന മുൻ ഉദ്യോഗസ്ഥന്റെ അവകാശവാദം കോടതി തള്ളി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ